ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാമെന്ന ഡ്രാമയുടെ പേര് ആർസണൽ മിലിറ്ററി അക്കാഡമി. ഈ ഡ്രാമയിൽ നമ്മുടെ ഹീറോയിൻ ആണായിട്ട് വേഷം ധരിച്ച് മിലിറ്ററിയിൽ ചേരുവാണ്. അങ്ങനെ ചില സിറ്റുവേഷനിൽ അവിടെ പഠിക്കുന്ന പയ്യന്മാര് നമ്മുടെ ഹീറോയിൻ ഒരു പെണ്ണാന്ന് കണ്ടുപിടിക്കുമ്പം അവൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മൾ ഈ കാണാൻ പോകുന്ന ഡ്രാമ. എന്തായാലും ഈ ഡ്രാമയിൽ നടന് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. കാരണം നമ്മൾ ഫാളിംഗ് ഇൻ സ്മൈൽ എന്നൊരു ഡ്രാമ ഇട്ടായിരുന്നു. അതിലെ ചെങ്ങാണ് ഇതിലെ ഹീറോ. നിങ്ങൾക്ക് ഈ ഡ്രാമയിൽ ചെങ്ങിനെ ഒരു വെറൈറ്റി അഭിനയത്തിൽ കാണാൻ സാധിക്കും. കാരണം അത്രയ്ക്കും കോമഡിയും കുറെ ആക്ഷൻ സീക്വൻസ് ആയിട്ട് നമ്മുടെ ചെങ് ഈ ഡ്രാമയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും ബോറടിക്കാതെ ഫുൾ കോമഡി റൊമാൻസ് എല്ലാം ഉണ്ട്. കൂടാതെ ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്ത ഡ്രാമയും കൂടെയാണിത്. അങ്ങനെ ഈ ഡ്രാമയിൽ കുറെ എപ്പിസോഡുകളുണ്ട്. ഞാനും പെട്ടെന്ന് തന്നെ ഇട്ട് തീർക്കാൻ നോക്കാം. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ 2 ആഴ്ചയായി. കാരണം നമ്മുടെ ചാനൽ ആദ്യം തൊട്ടേ കാണുന്നവർക്ക് മനസ്സിലാവും ഇനി കണ്ടുവനുള്ള കാര്യം. അതുകൊണ്ട് എനിക്ക് റെഗുലറായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ സാധിക്കത്തില്ല. ഈ ഇടയ്ക്ക് കുറച്ച് ഓവർ ആയതുകൊണ്ട് 2 ആഴ്ച ഞാൻ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. കൂടാതെ കമന്റ്സും വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. ഡെയിലി ഇടാൻ പറ്റില്ലെങ്കിലും ഒരു ദിവസം 2 ദിവസം ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയെങ്കിലും നമ്മൾ വീഡിയോസ് ഇടുന്നതാണ്. സോ എല്ലാവർക്കും മനസ്സിലാവും തോന്നുന്നു. സോ ഇപ്പം നമുക്ക് ഈ പുതിയ ഡ്രാമയിലേക്ക് പോകാം. ഡ്രാമയുടെ തുടക്കത്തിൽ അടച്ചിട്ടേക്കുന്ന ഒരു മിലിറ്ററി സ്കൂളാണ് കാണിക്കുന്നത്. അങ്ങനെ ആ സ്കൂളിലേക്ക് ഒരാൾ ഫയലുമായിട്ട് അവിടെ ഹെഡിനെ കാണാൻ വന്നിട്ട്, സാർ, ഈ മിലിറ്ററി അക്കാഡമി നാളെ തന്നെ റീ ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഫയൽ എടുത്തും കൊടുക്കും. അങ്ങനെ അതോടെ അടുത്ത ദിവസം ന്യൂസ് പേപ്പർ ഫുള്ളും ഈ മിലിറ്ററി സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചാണ് എല്ലാ ഹെഡ്ലൈൻസും. അങ്ങനെ അത് കാരണം ആ ദിവസം കുറെ യങ്സ്റ്റേഴ്സും അത് ജോയിൻ ആകാൻ വേണ്ടി അവിടെ ക്യൂ ആയിട്ട് വന്ന് നിൽക്കും. അങ്ങനെ ആ മിലിറ്ററി സ്കൂളിൽ ചേരാൻ വേണ്ടിയാണ് നമ്മുടെ നടി സി അവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ അവളും അവളുടെ മുടിയെല്ലാം കട്ട് ചെയ്ത് ഒരു ആണിനെ പോലെ ഫുൾ ഗെറ്റപ്പ് ചേഞ്ച് ചെയ്ത് അവൾ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോഴാണ് അവളുടെ പേര് വിളിക്കുമ്പോൾ അവലും കുടിഞ്ഞോണ്ട് വേറൊരുത്തിന് ചെന്നിരിക്കുന്നത്. ഇവനാണ് നമ്മുടെ ഡ്രാമയിലെ സെക്കൻഡ് ലീഡ് ഷൻ. എന്നിട്ട് അവളും സോറി വെച്ചിട്ട് അകത്തേക്ക് പോകുമ്പോഴാണ് അവിടെയുള്ള ഡോക്ടറും, ശരി, ഡ്രസ്സെല്ലാം റിമൂവ് ചെയ്യും, നമുക്ക് മെഡിക്കൽ ടെസ്റ്റ് നടത്താം എന്നിന് അയാൾ പറഞ്ഞോടെ നമ്മുടെ സി മൊത്തം ഷോക്ക് ആയിട്ട്, എന്തുവാ ഡ്രസ്സെല്ലാം റിമൂവ് ചെയ്യാനോ, സോറി എന്നെ കൊണ്ടത് പറ്റില്ല എന്നിന് അവളും പറയുമ്പോഴാണ് അയാളും, എന്തുവാ പറ്റില്ലെന്നോ, നീ ഇവിടെ എന്തിനാ വന്നേക്കുന്നത്, മെഡിക്കൽ ടെസ്റ്റ് അല്ലേ, മര്യാദയ്ക്ക് റിമൂവ് ചെയ്യുന്നോ അല്ലെ നിന്നെ പുറത്താക്കണോ എന്നിന് അവരും വഴക്കുണ്ടാക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും, എന്നാ ശരി, ഞാൻ കുറച്ച് ഷൈ ടൈപ്പാ, അതുകൊണ്ട് ലേഡി ഡോക്ടർ വല്ലതും ഉണ്ടെങ്കിൽ അവരെന്ന് വിളിക്കാവോ, ഞാൻ അവരെല്ലാം കാണിച്ചോളാം എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട അയാളും, ആഹാ നിനക്ക് ലേഡി ഡോക്ടർ വേണം അല്ലേ, മര്യാദയ്ക്ക് റിമൂവ് വേടാ എന്നിന് അകത്ത് പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് അവൾക്ക് വേണ്ടി അവളുടെ കൂട്ടുകാരി ജാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ കുറച്ച് സമയം കഴിച്ചും നമ്മുടെ സീയും ചിരിച്ചോണ്ടേ പുറത്തേക്ക് വരും. അപ്പോഴാണ് അവളെ കണ്ടിട്ട് ജാനും, എടി സി എന്തായി, നീ പാസ്സായ എന്നിന് അവൾ ചോദിക്കുമ്പോൾ അവളും, പിന്നല്ലാതെ ഞാനൊരു ഷൈ ടൈപ്പാന്ന് പറഞ്ഞ് അതുകൊണ്ട് അവരെന്നെ അങ്ങനെ തന്നെ ടെസ്റ്റ് ചെയ്ത് പുറത്തേക്ക് പറഞ്ഞയച്ച് എന്നിന് അവളും കൂട്ടുകാരോട് പറയും. അങ്ങനെ അതിനുശേഷം ഇവരുണ്ടേനും കൂടെ ഒരു ഹോട്ടലിൽ പോകും. അങ്ങനെ അവിടെ ഒരു ലേഡി സൂപ്പർ സ്റ്റാറിന് വേണ്ടി കുറെ ഫാൻസും റിപ്പോർട്ടേഴ്സും ഒക്കെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഹോട്ടലിലെ ഓണറും, എല്ലാവരും വെയിറ്റ് ചെയ്യും, നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ഇപ്പോൾ വരും, നിങ്ങൾക്ക് എല്ലാവർക്കും ഓട്ടോഗ്രാഫ് ഇട്ട് തരും എന്നിങ്ങനെ ഒരു വലിയ കൂട്ടം തന്നെ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സിയും ആൺവേഷമായിട്ടുണ്ട് അവൾ അറിയാതെ ലേഡീസ് ടോയ്ലറ്റിൽ കയറും. അപ്പോഴാണ് ആ ലേഡി സൂപ്പർ സ്റ്റാർ അവിടെ നിൽക്കുന്നത്. അങ്ങനെ അവർ അവളെ കണ്ടിട്ട്, എന്തോ മോനെ എന്നെ കാണാതിരിക്കാൻ നിനക്ക് വയ്യേ, അതുകൊണ്ട് നീ ഡയറക്റ്റ് ആയിട്ട് ടോയ്ലറ്റിൽ തന്നെ വന്നോ, കുഴപ്പമില്ല, ഞാൻ നിന്നോട് സെൽഫി എടുത്തു തരാം എന്നിന് അവരും പറയുമ്പോഴാണ് ഇത് കേട്ട അവളും, സെൽഫിയോ, ആർക്കാണ് നിന്റെ സെൽഫി, നിന്നെ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലല്ലേ എന്നിന് അവളും അത് ലേഡി സൂപ്പർ സ്റ്റാർ എന്നറിയാതെ അവൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവരും ദേഷ്യപ്പെട്ട്, എന്തോ എനിക്ക് ലുക്കില്ല, പിന്നെ എന്തിനാണ് നീ ലേഡീസ് ടോയ്ലറ്റ് വന്നിരിക്കുന്നത് എന്നിന് അവർ ചൂടായതോടെ ഇത് കേട്ട് സീയും മേടിച്ചിട്ട്, ഷടാ ഞാനിപ്പം ആൺവേഷത്തിലാണല്ലോ എന്നിന് അവള് മനസ്സിൽ വിചാരിച്ചിട്ട് പറയും, ഓ അതൊന്നുമില്ല, ഞാൻ സ്ഥിരം ലേഡീസ് ടോയ്ലറ്റിലാണ് പോകാറ്, അതുകൊണ്ടാണ് ഞാൻ മറന്ന് ഇവിടെ കയറിയ എന്നിന് അവള് പറഞ്ഞോടെ ഇത് കേട്ട് അവരും ദേഷ്യപ്പെട്ട്, ഓ നിനക്ക് സ്ഥിരം ഇതാണ് പരിപാടി, എന്തിനാ ക്യാമറ, നീ ഗേൾസിന്റെ ഫോട്ടോ എടുക്കുന്ന സഹിക്കുവാനില്ലാടാ എന്നിന് അവര് സി ആയിട്ട് ഓടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് റിപ്പോർട്ട്സ് എല്ലാം അവിടെ കൂടിയതോടെ നമ്മുടെ സി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ജാനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് ലേഡി സൂപ്പർ സ്റ്റാറും അവിടെ വന്നേക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു പാട്ടാടാൻ വേണ്ടി സ്റ്റേജിൽ കയറും. അങ്ങനെ ഇത് കണ്ടതോടെ ജാനും പിടിച്ചെടുത്തിട്ട്, എടി നിക്കടി, ആ ലേഡി സൂപ്പർ സ്റ്റാർ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, നമുക്ക് പാട്ട് കേട്ടിട്ട് പോവാം എന്നിനെ സിയെ പിടിച്ച് അവിടെ നിർത്തും. അതിനുശേഷം അവരും റൊമാൻറ്റിക് ആയിട്ട് ഒരു വലിയ പാട്ട് പാടിയതോടെ എല്ലാരും ടച്ച് ആയി ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അതേസമയം ബാൽക്കണി ഇരുന്നുകൊണ്ട് ഒരാൾ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന പോലെ കേട്ടോണ്ടിരിക്കും. അതാണ് നമ്മുടെ ഡ്രാമയിലെ നടൻ ഗു. അവരാണ് പാട്ട് പാടിയതിനു ശേഷം ആ റിപ്പോർട്ടേഴ്സ് ഒക്കെ അടുത്ത് വന്നിട്ട്, ഓ മാഡം നിങ്ങൾക്ക് ഇത്ര നല്ലൊരു വോയിസോ എന്നിന് അവരെല്ലാം വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വരുമ്പോഴാണ് ഇത് കണ്ട് നമ്മുടെ ഗുവും, മതി എല്ലാം നിർത്തറ, കാക്ക കത്തുന്ന പോലെ ഒരു വോയിസ്, ഇത് നിനക്ക് സൂപ്പർ വോയിസോ, എടി ആദ്യം നിന്റെ വോയിസ് ബാത്റൂമിൽ നിന്നൊന്ന് പാടി നോക്ക്, പെറ്റ തള്ള പോലെ സഹിക്കത്തില്ല, അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു വോയിസ് വെച്ചോണ്ട് നീ ഞങ്ങളെ പാടി കൊല്ലുന്നോ എന്നിന് അവൻ എല്ലാവരും ഫ്രണ്ട് വെച്ചും ഫുൾ ഫിറ്റ് ആയിട്ടെന്ന് പറയും. അങ്ങനെ ഇത് കേട്ടതോടെ ആ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ മാനേജറിന് പോലും ഒന്നും ചെയ്യാൻ പറ്റായിരിക്കും. കാരണം നമ്മുടെ ഗു സാധാരണ ഒരാളൊന്നല്ല, ഈ രാജ്യത്തിലെ വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ മകനാണ് നമ്മുടെ ഗു, അതുകൊണ്ട് അവർക്കാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊന്നും കേട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാർ സഹിക്കാൻ
സഹിക്കാൻ പറ്റാതെ അവനെ നോക്കി ചെവിക്കിൽ ഒറ്റ റേഡിയം വെച്ചു കൊടുക്കും. അങ്ങനെ ഇതൊക്കെ നമ്മുടെ സീയും ജാനും കൂടെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗൂക്കും ദേഷ്യം വന്നിട്ട് അവളും പൊക്കെ എടുത്തോണ്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കണ്ട് അവള് രക്ഷിക്കാൻ വേണ്ടി നിലവിളിക്കുമ്പോഴാണ് നമ്മുടെ സീയും കണ്ടിട്ട് എടി ജാൻ പെട്ടെന്ന് രക്ഷിക്കടി, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ. എന്നിന് അവളും പറയുമ്പോഴാണ് ജാനും ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയ, പക്ഷെ ഞാൻ ഒരു പെണ്ണല്ല, ഞാൻ എങ്ങനെ രക്ഷിക്കും എന്നിന് അവളും പറഞ്ഞിട്ട് നിൽക്കും. അപ്പോഴാണ് അതേസമയം നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറും ഷെന്നിന്റെ കൈ പിടിച്ചിട്ട് എടാ നീങ്കിലും എന്നെ രക്ഷിക്കടാ എന്നിന് അവൾ സഹായം ചോദിക്കുമ്പോൾ നമ്മുടെ ഷെന്നും ദേഷ്യപ്പെട്ട് നമ്മുടെ ഗൂവിനെ നോക്കും. കാരണം ഷെന്നിനും ഗൂവിനും പരസ്പരം മുമ്പേ ഇഷ്ടമല്ല. കാരണം ഗൂവിനെ പോലെ തന്നെ ഷെന്നിന്റെ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്. അപ്പോഴാണ് അവനും അത് കാരണം ലേഡി സൂപ്പർ സ്റ്റാറിനെ രക്ഷിക്കുമെന്ന് വിചാരിച്ചപ്പം അവൻ അവളുടെ കൈ തട്ടിയിട്ട് മൈൻഡ് ചെയ്യാതിരിക്കും. അങ്ങനെ അവസാനം ആരില്ലാത്തോണ്ട് നമ്മുടെ സീതന്റെ ഫ്രണ്ടിൽ ചെന്ന് നിക്കടാവടാ, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് ഞങ്ങളുടെ ലേഡി സൂപ്പർ സ്റ്റാറിനെ നീ പൊക്കിയെടുത്തുണ്ടോ നാണില്ലാത്തവനെ എന്നിന് അവള് ഫ്രണ്ടിൽ തടഞ്ഞെടുത്തുമ്പോഴാണ് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ അവളെ കണ്ടിട്ട് എടാ നീ അല്ലേടാ സൈക്കോ എന്നെ ബാത്റൂമിൽ ഒളിഞ്ഞിരുന്ന് ഫോട്ടോ എടുക്കാൻ വന്നവൻ, നിങ്ങൾ രണ്ടും ഒരേ ടീമല്ലേ, നിക്കടാ നിനക്കിട്ട് ഞാൻ ഒരു പണി തരുന്നുണ്ട് എന്നിന് അവര് വഴക്കുണ്ടാക്കിയതോടെ നമ്മുടെ സിയും അയ്യോ നിങ്ങൾക്ക് ബുദ്ധിയൊന്നുമില്ല, ഞാൻ അവന്റെ ടീമാണെങ്കിൽ പിന്നെ തന്നെ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ ഫ്രണ്ട് ഹീറോടാനൊക്കെ ചാടിയ, കുറച്ചെങ്കിലും സെൻസ് യൂസ് ചെയ് എന്നിന് അവളും പറയുമ്പം നമ്മുടെ ഗു അവളെ മൈൻഡ് ചെയ്യാതെ സൂപ്പർ സ്റ്റാറിനെ പൊക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് കുറെ പോലീസുകാർ അവിടെ വന്നിട്ട് നമ്മുടെ ഗുവിനെ ചുറ്റും. അപ്പോഴാണ് അവിടെ മാസ് എൻട്രി ആയിട്ട് നമ്മുടെ ഷെന്നിന്റെ ചേട്ടൻ അവിടെ വരുന്നത്. കാരണം ഷെന്നിന്റെ ചേട്ടന് ലേഡി സൂപ്പർ സ്റ്റാറിന് ഇഷ്ടമാണ്, അതായത് വൺ സൈഡ് ലവ്. അങ്ങനെ അതോടെ സൂപ്പർ സ്റ്റാർ ധൈര്യത്തിൽ ചാടി ഇറങ്ങിയിട്ട് ആ പോലീസുകാരിൽ നിന്ന് വടിയുമായി നമ്മുടെ ഗുവിനെ അടിക്കാൻ വരും. എടാ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ലേഡി സൂപ്പർ സ്റ്റാർ നീ പൊക്കോടാ, നിനക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനുണ്ട്, നിനക്കും ഉണ്ടടാ എന്നിനെ സീ നോക്കി പറയുമ്പോഴാണ് ഇതേ കേട്ട് നമ്മുടെ ഗുവും കളിയാക്കിയ രീതിയിൽ ഓ എന്നെ അടിക്കാൻ പോവല്ലേ, വാ വാ ആരെ ജയിക്കുന്നതെന്ന് നോക്കാം, ചുമ്മാ ഷോ കാണിക്കാതെ അടി എന്നിന് അവനും ദേഷ്യപ്പെടുത്തുമ്പം ഷെന്നിന്റെ ചേട്ടനും പോലീസുകാരെ അവനെ നോക്കാൻ പറഞ്ഞിട്ട് ലേഡി സൂപ്പർ സ്റ്റാറിന്റെ ബൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇതേ കണ്ട് സിയും എടാ നിന്റെ പേര് ഗു ആണോ, ഏതാണ്ട് വലിയ ഗവർണറിന്റെ മോനാന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലേ, പറ്റുമെങ്കിൽ ഈ പോലീസുകാരിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തിത്താ എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് ഗുയും രക്ഷപ്പെടുത്താനോ, ഇങ്ങനത്തെ ചെറിയ കാര്യത്തിലൊന്നും ഞാൻ എന്റെ അച്ഛന്റെ സഹായം ചോദിക്കത്തില്ല, ഇതിനൊക്കെ ഞാൻ തന്നെ മതി, എന്റെ പവർ എന്തുവാന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലാവും, 1 2 3 എന്നിന് അവനും പെട്ടെന്ന് കുനിഞ്ഞിരുന്നതോടെ പോലീസെല്ലാം ചുറ്റി അവനിട്ട് അടിച്ചു പൊട്ടിക്കും. അപ്പോഴാണ് അവള് അടി വാങ്ങിച്ചോണ്ട് എടാ ഇതായിരുന്നു നിന്റെ മാസ്റ്റർ പ്ലാൻ എന്നിന് അവളും ദേഷ്യത്തിരിക്കും. അങ്ങനെ ഈ കാര്യമൊക്കെ നമ്മുടെ ഗുവിന്റെ അച്ഛൻ അറിഞ്ഞ ഉടനെ അവരും ദേഷ്യപ്പെട്ട് എന്തുവാ അവൻ വിദേശത്തായിരുന്നപ്പോഴും കുരുത്തക്കേടാ, ഇവിടെ വന്നിട്ട് അവൻ അടങ്ങിയില്ല, ക്ലബ്ബിൽ ചെന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ കുഴപ്പമില്ല, നിങ്ങൾ പോലീസിനോട് പറഞ്ഞ് അവനെ പോയി പുറത്തെടുക്ക് എന്നിന് അച്ഛനും പറഞ്ഞേക്കും. അതേസമയം നമ്മുടെ ഗുവും കൂളായിട്ട് ആ പോലീസുകാരന്മാരോട് ചീട്ടടിച്ചോണ്ടിരിക്കും. അതേസമയം അവനെ അടിച്ച എല്ലാ പോലീസുകാരെയും കള്ളന്മാരെ പോലെ സൈഡിൽ ഇങ്ങനെ നിരത്തി നിർത്തിയേക്കും. അപ്പോഴാണ് അവൻ അവിടെ ഇൻസ്പെക്ടറിനോട് ഇൻസ്പെക്ടർ നിങ്ങൾ ആ ഷെന്നിന്റെ ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ അടിച്ച് ജയിലിലാക്കി, ഈ കാര്യം എന്റെ അച്ഛൻ അറിഞ്ഞ പിന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കാണുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, ഷടാ ഞാൻ വീണ്ടും കളി തോറ്റുപോയല്ല എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഇൻസ്പെക്ടറും പെട്ടെന്ന് അവൻ ജയിപ്പ് ജോലാക്കിയിട്ട് ഇല്ല സാർ നിങ്ങളെ കളി ജയിച്ച, നിങ്ങളെ പൊട്ടിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്നിന് ആ ഇൻസ്പെക്ടറും എല്ലാ പോലീസുമാരിൽ നിന്ന് പൈസ വാങ്ങിച്ച് നമ്മുടെ ഗൂവിന്റെ കൊടുക്കും. കാരണം ഇതൊരു ബെറ്റ് മാച്ച് ആയിരുന്നു. അപ്പോഴാണ് അവൻ ആ പൈസ എല്ലാം വാങ്ങിച്ചിട്ട് ഷെടാ ഇത് പോരല്ലോ എന്നിന് അവനും നോക്കുമ്പോൾ പെട്ടെന്ന് ഇൻസ്പെക്ടറും സാർ ഇനി എന്റെ 10 പൈസ പോലില്ല എടുക്കാൻ, വീട്ടിൽ പോയി എന്റെ ഭാര്യ പോലും അടിക്കും, പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞ ഉടനെ ഇത് കേട്ടവനും കുഴപ്പമില്ല തൽക്കാലം ഇത് മതി എന്നിന് അവനെ പൈസ എല്ലാം എടുത്ത് നമ്മുടെ സീഡയെ കൊടുക്കും. കാരണം അവൻ കാരണം അവൾ അടി വാങ്ങിച്ചോണ്ട്, പക്ഷെ ഇതൊന്നും അവളും വാങ്ങിക്കാതെ അവളും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ആ പൈസ അവൾ വേണ്ടെന്ന് പറഞ്ഞ ഉടനെ എല്ലാ പോലീസുകാരന്മാരും കൂടി ചാടിയ പൈസ എടുത്ത് ആക്രാന്തി കാണിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് ഗുവും ഇൻസ്പെക്ടറിനോടൊന്ന് പറയും അത് പിന്നെ നിങ്ങൾ ആ ഷെന്നിന്റെ ചേട്ടനോട് ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ പോയി പറയണം. ഒന്നാമത്തെ അവൻ ചെയ്ത ഈ കാര്യം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. രണ്ടാമത്തെ അവന്റെ വൺ സൈഡ് ലവ് ഇല്ലേ ആ ലേഡി സൂപ്പർ സ്റ്റാർ ചുമ്മാ സൂപ്പർ ഫിഗർ ആണെന്ന് പോയി പറഞ്ഞേക്ക്, എനിക്ക് ഇഷ്ടപ്പെട്ട് എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കേട്ട ഇൻസ്പെക്ടർ ഷോക്കി ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് പറയുന്നത് എന്നിന് ഇൻസ്പെക്ടർ നോക്കി നിൽക്കും. അതിനുശേഷം നമ്മുടെ ഗു വീട്ടിൽ പോകുമ്പോഴാണ് അവന്റെ അച്ഛനും ദേഷ്യത്തി എടാ നിനക്ക് നാണമാനൊന്നില്ലടാ എല്ലാവരും ഫ്രണ്ടിച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ, ഇവനെയൊക്കെ ആരെ ജയിലിൽ നിന്ന് എടുത്തോണ്ടെന്ന് എന്നിന് അച്ഛൻ തന്നെ ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ അവനായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഗുവും അച്ഛനെ നോക്കി ഒരു തുറിച്ച നോട്ടം നോക്കും. അങ്ങനെ ഇത് കണ്ടവിടെ അച്ഛനറിയാൻ ദേഷ്യപ്പെട്ടിട്ട് എടാ അവൻ നോക്കുന്ന കണ്ടില്ലേ, ഇവനൊക്കെ എനിക്ക് ജനിച്ച മകനാണോടാ എന്നിന് അച്ഛനെ ദൂരെ നിന്ന് അടിക്കാൻ വരുമ്പം ഇത് കണ്ട് സെക്രട്ടറി നമ്മുടെ അച്ഛനെ തടഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഗുവും അങ്കിൾ എന്റെ അച്ഛന് പ്രായമായതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും, അതുകൊണ്ട് ഒരു ചൂട് ചായ റെഡിയാക്കി അച്ഛനെ പെട്ടെന്ന് കൊണ്ടുപോവാ, ഞാൻ പോകുന്നു ബൈ ബൈ എന്നിന് അവനും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അതേസമയം പാവപ്പെട്ട ഇൻസ്പെക്ടറും ഗു പറഞ്ഞ കാര്യം ഷെൻ ഫാമിലിയോട് പറയാൻ വേണ്ടി വീട്ടിൽ ഇങ്ങനെ വരും. സാർ നിങ്ങൾ അവനെ പിടിച്ച് ജയിലിടാൻ പറഞ്ഞപ്പം ഞാൻ ഇട്ട്, പക്ഷെ മിസ്റ്റർ ഗു ഒരു വലിയ ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ പുറത്താക്കി എന്നിന് ഇൻസ്പെക്ടർ പറയുമ്പം ഇത് കേട്ട് ഷെന്നിന്റെ ചേട്ടനും അതൊന്നും കുഴപ്പമില്ല, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളൊരു പാവ മനുഷ്യനല്ലേ എന്നിന് ഇൻസ്പെക്ടറിനെ പറഞ്ഞു വിടാൻ നോക്കുമ്പോഴാണ് ഇൻസ്പെക്ടറും പോകാതെ അവിടെ തന്നെ നിൽക്കും. അപ്പൊ ഇത് കണ്ട് ഷെന്നും നിങ്ങൾക്ക് ഇനി വല്ലതും പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞ എന്നിനെ ഷെന്നും ചോദിക്കുമ്പം ഇത് കേട്ട് ഇൻസ്പെക്ടറും നമ്മുടെ ഗു പറഞ്ഞ ആദ്യത്തെ കാര്യം പറയും. അതെ അവന്
നിങ്ങൾ ചെയ്ത കാര്യമൊന്നും മറക്കത്തില്ലെന്ന്, അതുകൊണ്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കാൻ വേണ്ടി അവൻ വാൺ ചെയ്ത്. എന്ന് ഇൻസ്പെക്ടർ പറയുമ്പം ഇതികടി ഷെന്നിന്റെ ചേട്ടനും അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇനി വേറെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോ എന്നിട്ട് വീണ്ടും പറയുമ്പം ഇൻസ്പെക്ടർ അവിടെ തന്നെ നിൽക്കും. അപ്പോഴാണ് ഷെന്നിൻ ദേഷ്യപ്പെട്ട് എടോ വല്ല ഉണ്ടെങ്കിൽ പറഞ്ഞെടുത്തിട്ട് പോ, ഞങ്ങൾക്ക് വേറെ പണിയുള്ള എന്നിട്ട് ഷെന്നും പറയുമ്പോഴാണ് പെട്ടെന്ന് ഇൻസ്പെക്ടറും അത് പിന്നെ നിങ്ങളുടെ വൺ സൈഡ് ലവ് ലേഡി സൂപ്പർ സ്റ്റാർ ഇല്ലേ അവരെ കാണാൻ സൂപ്പർ ഫിഗർ ആണെന്ന് മിസ്റ്റർ ഗൂപ്പ് പറയാൻ പറഞ്ഞ് എന്നിങ്ങനെ മൊത്തം പറഞ്ഞതോടെ നമ്മൾ ഷെന്നിന് ചേട്ടനും ദേഷ്യമെല്ലാം കൺട്രോൾ ചെയ്തിട്ട് അവൻ അങ്ങനെ പറഞ്ഞ ഓക്കെ അത് ഞാൻ നോക്കിക്കോളാം എന്നിന് ഷെന്നിന് ചേട്ടൻ ചിരിച്ചോണ്ട് അവരെ പറഞ്ഞയക്കും. അങ്ങനെ അതേസമയം നമ്മുടെ ഗൂവിന്റെ അച്ഛനും അവന്റെ ശല്യം സഹിക്കാൻ പറ്റാത്തോണ്ട് അവനെ പിടിച്ച് ഇപ്പൊ ഓപ്പൺ ചെയ്ത മിലിറ്ററി സ്കൂളിൽ ആക്കാൻ തീരുമാനിക്കും. അങ്ങനെ അതിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി എല്ലാരും ലക്കേജ് ആയിട്ട് അവിടെ വരുമ്പോഴാണ് നമ്മുടെ സി നോക്കുമ്പോൾ ഒരു പാവപ്പെട്ടവൻ കുറെ ലക്കേജുമായിട്ട് ഇങ്ങനെ നടന്നു വന്നോണ്ടിരിക്കും. ഇവന്റെ പേരാണ് സോങ്. ഇതാണ് നമ്മുടെ സിക്ക് കിട്ടുന്ന ആദ്യത്തെ ഫ്രണ്ട്. അങ്ങനെ ഇവരുടെ പരിചയത്തിന് ശേഷം നമ്മുടെ സിയും ചോദിക്കും അത് പിന്നെ നിങ്ങൾ ഇത്രയും സാധനമായിട്ട് എന്തിനാ വന്നേക്കുന്നത്, ചോറ് പാത്രവും ഇത്ര ലക്കേജ് എന്തിനാ അവളും ചോദിക്കുമ്പോഴാണ് സോങ്ങും ഇതൊക്കെ കൊണ്ടുവന്നാലേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ, നമ്മളല്ലേ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്, കാരണം ഇതിനുമ്പ് ഞാൻ വേറെ മിലിറ്ററിയിൽ ജോലി ചെയ്തിട്ടുള്ള അവിടെയൊക്കെ ഞങ്ങളെ ഫുഡ് ഉണ്ടാക്കുന്നത് എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും ചിരിച്ചിട്ട് അയ്യോ സോങ് ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, നമുക്ക് അവർ ഫുഡ് തരും, അതുകൊണ്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നിന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് വേറൊരുത്തൻ കാർ കൊണ്ടുവന്ന് സോങ്ങിന്റെ സൈക്കിൾ ഇടിച്ചിട്ട് അവനൊരു നോട്ടം നോക്കും. ഇവന്റെ പേരാണ് ലീ. ഇവനൊരു കോടീശ്വരനാണ്, പക്ഷെ നമ്മുടെ ഷെന്നിന്റെ ഫാമിലിയുടെ അത്രയും വരത്തില്ല, അതുപോലെ തന്നെ ഗൂഢ അത്രയും വരത്തില്ല, അതുകൊണ്ട് ഇവന് അവർ രണ്ടുപേരും പേടിയാണ്. പക്ഷെ എന്നാലും പൈസ ഉള്ള ഷോ കാണിക്കാൻ വേണ്ടി ഇവനും എത്തിയപ്പോ തന്നെ 2-3 പേര് വിളിച്ച് എടാ ആ ബനീനിട്ടേക്കുന്ന നാറി ആരാടാ, വന്നപ്പോ തന്നെ അവൻ എന്റെ കാറി ഇടിച്ച്, പോരാത്തിന് പൈസ ഇല്ലാത്ത ഇവന്മാരൊക്കെ എന്തിനാണ് മിലിറ്ററി ജോയിൻ ആകാൻ വരുന്നത് എന്നിട്ട് അവനും കളിയാക്കുമ്പോഴാണ് ഇതേ കേട്ട് നമ്മുടെ സോങ് ഫീൽ ആകും. അപ്പോഴാണ് അതും പോരെന്ന് പറഞ്ഞ് ആ ലീ അടുത്തേക്ക് വന്നിട്ട് എടാ പിന്നെ വന്നപ്പോ നീ എന്തിനാ എന്റെ കാറി ഇടിച്ച, അത് കാരണം എന്റെ കാറിലെ പെയിന്റ് ഇളകിപ്പോയി, അതിന്റെയൊക്കെ പൈസ ആര് തരും, നിന്നെ കണ്ട ഒരു പൈസ പോലും എടുക്കാനില്ലെന്നാ തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ നിന്നെ ക്ഷമിച്ചേക്കാം, പക്ഷെ അതിന് പകരം നീ മുട്ടുകാല് കുത്തി എന്നോട് സോറി ചോദിക്കണം എന്നിന് അവനും പറഞ്ഞോടെ. അപ്പോഴാണ് ഇതൊക്കെ ഇട്ട് സീൻ ദേഷ്യപ്പെട്ട് അവനെന്തിന് മുട്ടുകാല് കുത്തി സോറി ചോദിക്കണം, നീ അല്ലേ കാറും കൊണ്ടൊന്ന് ഇടിച്ച എന്നിന് അവളും ചൂടാകുമ്പോഴാണ് ഇത് കണ്ട് ലീയും നീ എന്നെ എതിർക്കാറായ, നിനക്കിട്ടൊരെണ്ണം തരുന്നറ ഞാൻ എന്നിന് അവനൊരു പാത്രം എടുത്ത് നമ്മുടെ സിയെ നോക്കി എറിയുമ്പോഴാണ് അവള് മാറിയതോടെ അത് നേരെ ചെന്ന് ഷെന്നിന്റെ ബാക്കിൽ ചെന്നിരിക്കും. അങ്ങനെ ഇത് കണ്ടതോടെ ലീ മൊത്തത്തിൽ പേടിച്ചതും, കാരണം അവനെ ഷെന്നിനെയും ഗൂവിനെ പേടിയാണ്. അപ്പോഴാണ് ഇത് കണ്ടിട്ട് ഷെന്നിന്റെ കൂട്ടുകാരനും നീ തീർന്നറാ എന്നിന് അവനും നോക്കി ചിരിച്ചോണ്ടിരിക്കും. ഇവന്റെ പേരാണ് ജിൻ. അപ്പോഴാണ് നമ്മൾ ഷെന്നിന്റെ അടുത്തേക്ക് വന്നിട്ട് അത് പിന്നെ നീ എന്തിനാ ഇപ്പൊ എന്നെ പാത്രം കൊണ്ട് അടിച്ച എന്നിന് അവനടുത്തേക്ക് വരുമ്പം നമ്മളെ ലീൻ ചെറുതായിട്ട് പേടിച്ചോണ്ട് അത് അറിയാതെ കൊണ്ടേ നിനക്ക് ബന്ധു വേണ്ട, നിന്റെ ഫാമിലി റിച്ചാന്ന് പറഞ്ഞ് ഷോ കാണിക്കുവാണോ എന്നിന് അവനും ചോദിക്കുമ്പോൾ നമ്മളെ ഷെന്നും എടാ നിന്റെ കാർ അറിയാതെ അവനെ ചെന്ന് ഇടിച്ചിട്ട് നീ അവനോട് പൈസ ചോദിക്കുന്നു, എന്നിട്ട് നീ ക്ഷമിച്ചെന്ന് പറഞ്ഞ് മുട്ടുകാല് കുത്തി സോറി ചോദിക്കാനും പറയുന്നു, എങ്കിൽ പിന്നെ നീ എന്റെ ദേഹത്ത് അടിച്ച ഞാൻ നിന്നെ വെറുതെ ഇടുവോ, അതുകൊണ്ട് നീ എനിക്ക് പൈസ ഒന്നും തരണ്ട, മുട്ടുകാല് കുത്തി നീ എന്നോട് സോറി ചോദിക്കും, ഞാൻ നിന്നെ ക്ഷമിച്ചേക്കാം എന്നിന് അവനും പറഞ്ഞോടെ ഇത് കേട്ട് ലീയും പേടിച്ചിട്ട് പെട്ടെന്ന് സോങ്ങിന്റെ അടുത്തേക്ക് എടാ ഷെൻ വന്നോണ്ട് നീ രക്ഷപ്പെട്ട്, ഞാൻ നിന്നെ വെറുതെ ഇട്ടേക്കുന്നു, പൊയ്ക്കോ എന്നിന് അവന് സിയും പറഞ്ഞേക്കും. അതിനുശേഷം ലീ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് അവന് നൈസിൽ നിന്ന് മുങ്ങാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ഷെന്നും എവിടെ പോന്ന് നിക്കടാ അവിടെ എന്നിന് അവനും വിളിക്കുമ്പോൾ നമ്മുടെ ഷെന്ന് മൈൻഡ് ചെയ്യാതെ പോവും. അപ്പോഴാണ് അവനും പുറകെ ചെന്ന് ചവിട്ടിയിട്ട് എടാ നിന്നെ ഞാൻ നിൽക്കാനല്ല പറഞ്ഞ, നീ അവരായിട്ടുള്ള പ്രശ്നമെല്ലാം സോൾവ് ആക്കി, പക്ഷെ നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊന്നും സോൾവ് ആയില്ലല്ലേ എന്നിന് അവനെ ചവിട്ടി വഴക്കുണ്ടാക്കുമ്പോഴാണ് ഇത് കണ്ട് ചുറ്റിരിക്കുന്നെല്ലാം ചിരിച്ചോണ്ടിരിക്കും. ഷെടാ ഈ ലീ ചുമ്മാ ഷോ മാത്രമേ ഉള്ളൂ, ഇപ്പൊ തറയെ കിടക്കുന്ന കണ്ടില്ല എന്നിന് അവെല്ലാം കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് കമാൻഡർ അവിടെ വന്നിട്ട് എന്തുവാണ് ഇവിടെ നടക്കുന്നത് എന്നിന് എല്ലാരും പിടിച്ച് ക്യൂയിലാക്കിയിട്ട് ഇപ്പൊ ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ ആരൊക്കെ അടി ഉണ്ടാക്കിയോ അവെല്ലാം ഫ്രണ്ടിലേക്ക് എന്നതിനെ കമാൻഡർ മാസമായിട്ട് പറഞ്ഞ ഉടനെ ഇവർ 4 പേരും കൂടെ പേടിച്ചെങ്കിൽ ഫ്രണ്ടിലേക്ക് വരും. അപ്പോഴാണ് കമാൻഡറും നമ്മുടെ ഷെന്നിന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് എടാ നീ എന്തോടെ അവിടെ നിൽക്കുന്നത്, മര്യാദയ്ക്ക് വാടാ എന്നതിനെ കമാൻഡർ വിളിക്കും. അവനും പേടിച്ചിട്ട് സാർ ഞാനെന്തിനു കാരണം, ഞാൻ അടി ഉണ്ടാക്കാനൊന്നും പോയില്ല, ഞാൻ പാവം എന്നിന് അവനും പറയുമ്പോഴാണ് കമാൻഡറും പാവം നിന്റെ കൂട്ടുകാരൻ ഷെൻ അടി ഉണ്ടാക്കുമ്പോൾ നീ നോക്കിക്കൊണ്ടിരിക്കുന്നോളാ, മര്യാദയ്ക്ക് വാടാ എന്നിന് അവനും പിടിച്ച് ഫ്രണ്ടിലാക്കും. അതേപോലെ തന്നെ ആ ലീയെ സപ്പോർട്ട് ചെയ്ത് 2 പേരും കൂടെ വിളിക്കും. എന്നിട്ട് നമ്മുടെ കമാൻഡറും പറയും ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ ഈ മിലിറ്ററി അക്കാഡമിയെ കുറിച്ച് അറിയാതെ അടി ഉണ്ടാക്കി, അതുകൊണ്ട് നിങ്ങൾ അടി ഉണ്ടാക്കി ഇത്രയും പേരും നിങ്ങളുടെ ലക്കേജ് എല്ലാം പൊക്കിക്കൊണ്ട് 50 റൗണ്ട് ഈ ഗ്രൗണ്ട് ചുറ്റും ഓടണം. അതുപോലെ തന്നെ ഇവർ അടി ഉണ്ടാക്കുന്ന നോക്കിക്കൊണ്ട് വെറുതെ നിന്നവരൊക്കെ 30 റൗണ്ട് ഓടണം എന്നതിനെ കമാൻഡർ മാസമായിട്ട് കമാൻഡ് ചെയ്യും. കാരണം നമ്മുടെ അർസനൽ മിലിറ്ററി അക്കാഡമി അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ്, അത് കാരണമാണ് ഗൂവിന്റെ അച്ഛനും അവൻ ഇവിടെ പിടിച്ച് ചേർത്തത്. അപ്പോഴാണ് കുറെ താമസിച്ച് ഒരാള് മാസമായിട്ടുള്ള ലേറ്റ് എൻട്രി കാണിക്കുന്നത്. അങ്ങനെ കാറ് സ്പീഡ് എടുത്ത ഗ്രൗണ്ടിൽ ചെന്നിങ്ങനെ ചുറ്റി കറക്കി നമ്മുടെ ഗൂര് എൻട്രി കാണിക്കും. അങ്ങനെ ഇത് കണ്ടിട്ട് അവല്ലാരും ഷെടാ ഇവനെന്ത് ഇവിടെ, ഇവനേക്കാരാണ് ഇവിടെ വിളിച്ചത്, അത് ലേറ്റ് ആയിട്ട് വന്നിട്ട് അവൻ മാസം കാണിക്കുന്നു. കമാൻഡർ കണ്ട് ഇവന്റെ കഥ ഇതോടെ തീർന്ന് എന്നിന് അവല്ലെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പനാണ് താമസിച്ചൊന്ന് പോരാന്ന് പറഞ്ഞ് നമ്മുടെ ഗൂവും ഫുൾ ഫിറ്റ് ആയിട്ട് അവനൊരു ബോട്ടിലായിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ അതോടെ അവനും കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഹലോ ഗൈസ് ഞാൻ ഇവിടാണ് പഠിക്കാൻ പോകുന്നത്, എല്ലാവർക്കും എന്റെ വക ഹായ്, നല്ലോണം ട്രെയിനിങ് ചെയ്താലേ നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്നിന് അവന് മാസമായിട്ട് പഞ്ച് പറയുമ്പോൾ നമ്മുടെ കമാൻഡർ ദേഷ്യപ്പെട്ട അടുത്തേക്ക് വന്നിട്ട് അത് പിന്നെ സാർ ഇവിടെ കുറച്ച് റൂൾസ് ഒക്കെ
ഉണ്ട്. ഗായ്സ്, ഇവനെ പിടിച്ച കയറി തൂക്കിയിട്, എന്നാലും ഇവന് ഡിസിപ്ലിൻ എന്ന് മനസ്സിലാക്കത്തുള്ളൂ. എന്നിനെ വന്നപ്പോ തന്നെ നമ്മുടെ മാസായ ഗുവിനെ പിടിച്ച് കയറി കെട്ടിയിടാൻ പറയും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ ഇത് നേരത്തെ കണ്ടവരും ഇപ്പൊ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് താഴെ കമന്റ് സെക്ഷനിൽ പറയുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് ആവശ്യമാണ്. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.